ഫ്ളാറ്റുകളെ കുറിച്ചും അദ്ദേഹം ഏതോ ഒരു വലിയ സ്വപ്നലോകത്താണ്. സർ, ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ഇതിനേക്കാൾ വലിയ ആവേശത്തോടെ ഇവിടുത്തെ സഖാക്കള് കോഴിക്കോട്ട് ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. കോഴിക്കോട്ടെ ചാളയിൽ താമസിക്കുന്ന പാവം ആ ജനങ്ങളെ കുറിച്ച്. ഇന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ നേതാക്കന്മാർ ഒന്നാം ഫ്ലാറ്റിലേക്ക് പോകുമോ? ആ ഫ്ലാറ്റിലെ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും പറയുമോ? അതുകൊണ്ട് ഈ തുള്ളലും തള്ളലും ഒക്കെ എത്ര ദിവസത്തെ ആയുസ് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അവലോകനം ചെയ്താൽ കേരളത്തിൽ ഇപ്പോൾ BJP കൂടുതൽ വോട്ട് സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ടിയാണല്ലോ. നിങ്ങൾക്ക് കിട്ടേണ്ടത് പരമ്പരാഗതമായി LDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളാണ് കൂടുതലും. ആ വോട്ടുകൾ അവർക്ക് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, എന്ന് മാത്രമല്ല ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാവുന്ന വോട്ടുകൾ കൂടി അവർക്ക് സമാഹരിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചത് രാഷ്ട്രീയമായി നിലനിൽപ്പിന്റെ പ്രധാനപ്പെട്ട ഘടകമായി മാറും. നിങ്ങളെ സംബന്ധിച്ചത് നേരെ തിരിച്ച് നഷ്ടക്കച്ചവടവുമായി മാറുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ തവണ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശബരിമലയിലെ വിശ്വാസ സംരക്ഷണ വിഷയം ഉന്നയിച്ചു. ഹിന്ദു ധർമ്മ ധ്വംസകനാണ് പിണറായി വിജയൻ, ഒരു ഹിരണ്യ കശുപ്പുവാണ് എന്ന് ഹിന്ദു ഐക്യവേദിയുടെയും ഒക്കെ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ നിരന്ന തെരഞ്ഞെടുപ്പിലാണ് 100 സീറ്റ് 99 സീറ്റോടുകൂടി അവർ ജയിച്ചത്. നിങ്ങൾക്കൊരു സീറ്റ് പോലും കിട്ടാതിരുന്നത്. ഇപ്പോൾ ദാ അങ്ങനെ പോലും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക്, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ എന്ത് പറയും? അഭിലാഷേ, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കേരളത്തിലെ മാധ്യമപ്രവർത്തകന്മാരുടെ ഇംഗിതത്തിനൊത്തല്ല വളരുന്നത് എന്ന് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് തന്ന കടുത്ത ആഘാതത്തെ നിങ്ങൾ മറന്നു പോകരുത്. താങ്കൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമപ്രവർത്തകന്മാർ തൃശ്ശൂരിൽ ഗവേഷണം നടത്തി പ്രഖ്യാപിച്ചത് എന്തായിരുന്നു? കേരളത്തിലെ BJPയുടെ വോട്ട് ഷെയറിനെ കുറിച്ച് നിങ്ങൾ പ്രവചിച്ചത് എന്തായിരുന്നു? കേരളത്തിലെ മാധ്യമപ്രവർത്തകന്മാരുടെ ഇംഗിതത്തിനനുസരിച്ചോ നിങ്ങളുടെ നിഗമനങ്ങൾക്കോ നിരീക്ഷണങ്ങൾക്കോ പിടിതരുന്നതല്ല കേരളത്തിലെ ജനസാമാന്യമെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വളർന്നത് ആരുടെയും പിന്തുണയോടെ അല്ല അഭിലാഷേ. ഭാരതീയ ജനതാ പാർട്ടി വളർന്നതും വികസിച്ചതും മുന്നോട്ട് പോയതും MP-മാരെ കണ്ടെത്തിയതും വിജയിച്ചതും ആറ്റിങ്ങലും വടകരയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ശക്തമായ വോട്ടുകൾ BJPയിലേക്ക് വന്നത്. K. കരുണാകരൻ്റെ മകളും AK ആന്റണിയുടെ മകനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ BJPക്കകത്തേക്ക് വന്നത് ഏതെങ്കിലും നേതാക്കന്മാരുടെ പിന്തുണ കൊണ്ടോ അവരുടെ ആശീർവാദത്തോടെയോ അവരുടെ അനുഗ്രഹത്താലോ അല്ല എന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകന്മാർ മനസ്സിലാക്കണം. ഒരുപക്ഷെ അഭിലാഷിൻ്റെ ഇൻട്രോ കേട്ട് ഈ ഇന്നിപ്പോൾ സമനില അല്ലാണ്ട് വായുവിൽ നിൽക്കുന്ന അരുൺകുമാറിനെ പോലെ ആളുകൾക്ക് സന്തോഷമുണ്ടാകും. സ്വപ്ന ലോകത്തെ ബാലഭാസ്കരനെ പോലെയാണ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, കേരളത്തിലെ ആശുപത്രികളെ കുറിച്ച്. അമേരിക്കയോട് കിടപിടിക്കുന്ന ആശുപത്രി. അപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ ഇനി അമേരിക്കയിലേക്ക് പോകണ്ടല്ലോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രവുമല്ല, ഫ്ളാറ്റുകളെ കുറിച്ചും അദ്ദേഹം ഏതോ ഒരു വലിയ സ്വപ്നലോകത്താണ്. സർ, ഞാൻ കോഴിക്കോട്ടുകാരനാണ്. ഇതിനേക്കാൾ വലിയ ആവേശത്തോടെ ഇവിടുത്തെ സഖാക്കള് കോഴിക്കോട്ട് ഒരു ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. കോഴിക്കോട്ടെ ചാളയിൽ താമസിക്കുന്ന പാവം ആ ജനങ്ങളെ കുറിച്ച്. ഇന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ നേതാക്കന്മാർ ഒന്നാം ഫ്ലാറ്റിലേക്ക് പോകുമോ? ആ ഫ്ലാറ്റിലെ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും പറയുമോ? അതുകൊണ്ട് ഈ തുള്ളലും തള്ളലും ഒക്കെ എത്ര ദിവസത്തെ ആയുസ് ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അഭിലാഷ്, ഒരു കാര്യം ഞാൻ അരക്കിട്ട് ഉറപ്പിച്ച് പറയാം. കേരളത്തിലെ 2 മുന്നണികളും, ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് തീവ്ര മതേതര നിലപാട്, മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും PDPയെയും ഒക്കെ വെച്ച് ഒക്കത്തും കക്ഷത്തും വെച്ച് നിങ്ങൾ നടത്തുന്ന തീവ്ര മതേതരമുണ്ടല്ലോ, അതൊരു പക്ഷേ അനിലക്കരയ്ക്കും രമേശനും ചെന്നിത്തലയ്ക്കുമൊക്കെ വലിയ മതേതരത്വമായി തോന്നുന്നുണ്ടാവാം. പക്ഷേ ആ പാർട്ടിയിലെ ആളുകൾക്ക് അങ്ങനെ തോന്നുമായിരുന്നുവെങ്കിൽ തൃശ്ശൂരിൽ ഈ ഒരു പ്രതാപനും K. മുരളീധരനും ഈ ഒരു ദുരവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആവേണ്ടിയിരുന്നോ നിങ്ങളുടെ ആവേശം എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അവകാശവാദത്തിനൊന്നുമില്ല. NSSനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നു, സാമുദായിക നേതാക്കന്മാർക്ക് അവരുടേതായ താല്പര്യങ്ങളും അവരുടെ അജണ്ടകളും ഉണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഈ അയ്യപ്പ വിഷയത്തിൽ മുന്നോട്ട് വെച്ച നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടിലേക്ക് ഇവരെത്തിയിരിക്കുന്നു. അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി പിണറായി നിലപാട് മാറ്റി അരുൺകുമാർ മിണ്ടിയിട്ടില്ലല്ലോ. അല്ല, അഫിഡവിറ്റ് നിങ്ങൾ മാറ്റി കൊടുക്കുമോ? സ്ത്രീ പ്രവേശനത്തിന് നിങ്ങൾ എതിരാണ് എന്ന് അഫിഡവിറ്റ് നിങ്ങൾ മാറ്റിക്കൊടുക്കുമോ സുപ്രീം കോടതിയിൽ? നിങ്ങളുടെ വക്കീല് അവിടെ പോയിട്ട് കേരളത്തിലെ പ്രതിനിധാനം ചെയ്യുന്ന നിങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റോർണി ജനറൽ ഹൈക്കോടതിയിൽ പോയിട്ട് അങ്ങനെ പറയുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇക്കാലം അത്രയും നിങ്ങൾ നടത്തിയ നവോത്ഥാന യാത്രകൾ, നവോത്ഥാന സമ്മേളനങ്ങൾ, പൊതുഖജനാവിലെ പണം ധൂർത്തടിച്ചത് കേരളത്തിലെ ജനത തള്ളിക്കളഞ്ഞു നിങ്ങൾ തുറന്ന് സമ്മതിക്കുമോ? ആ നിലപാട് മാറ്റമുണ്ടെങ്കിൽ എന്നെ സ്വാഗതം ചെയ്യണ്ടേ? വെള്ളാപ്പള്ളി സ്വാഗതം ചെയ്യണ്ടേ?
പക്ഷെ ഇവിടെ അതൊന്നും കേരളത്തിലെ ജനസാമാന്യം വിശ്വസിച്ചില്ല എന്നതിന് തെളിവാണ് പാളിപ്പോയ അയ്യപ്പ സംഗമവും വിജയിച്ചിരിക്കുന്ന വിശ്വാസ സംഗമവും. അതിലൂടെ കൃത്യമായിട്ട് ജനങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന ബോധ്യം അഭിലാഷ ഞങ്ങൾക്കുണ്ട്. അത് വിജയത്തിലെത്തുമെന്ന കാര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളോട് ഞങ്ങൾ പറയുന്നു, കാത്തിരുന്ന് കാണേണ്ടതാണ് അത് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, വിജയത്തിലെത്തും എന്ന ആത്മവിശ്വാസം ബി ജെ പിയെ സംബന്ധിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസമാണല്ലോ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഇന്ധനം. നല്ലത് തന്നെ.